അങ്ങനെ നമ്മുടെ മണാലി ട്രിപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. കൊച്ചി ടു ഡൽഹിയാണ് ഫ്ലൈറ്റ്. മണാലിയിലേക്ക് ട്രിപ്പ് പോകണം എന്ന് കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു ഈവനിങ് ഡിസ്കഷൻ മാത്രമായിട്ട് അത് മാറിക്കൊണ്ടേയിരുന്നു. ഏകദേശം ഒരു 7-8 വർഷമായിട്ട് അത് ഡിസ്കഷൻ മാത്രമേ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡിസ്കഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കില്ല. നമുക്ക് എങ്ങനെ അവിടെ പോകണം, എക്സ്പ്ലോർ ചെയ്യണം, എൻജോയ് ചെയ്യണം, അത് മാത്രമായിരിക്കും മനസ്സിൽ. പക്ഷേ പിറ്റേ ദിവസം അയ്യോ ഇപ്പം ഇത്രയും പൈസ മുടക്കി പോയാൽ ശരിയാവുമോ, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലാവുമോ, എന്നാൽ പിന്നെ നമുക്ക് വേറൊരു ദിവസം പോവാല്ലേ, അതാ നല്ലത്. അങ്ങനെ ഈ മാർച്ചിൽ മണാലി വീണ്ടും ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഏറ്റവും അടുത്ത ഡേറ്റ് നോക്കുക, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, എന്നിട്ട് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാമെന്ന്. അല്ലെങ്കിൽ പല കാര്യങ്ങളും ആലോചിച്ച് നമ്മൾ വീണ്ടും അത് നീട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കണ്ണുമടച്ച് ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്ത് മണാലി ട്രിപ്പ് ഓണാക്കി. എൻ്റെയും വിഹാൻ്റെയും ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയായിരുന്നു ഇത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെല്ലാവരും EMIയിലാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അവിടെ വ്യത്യസ്തനായി നിന്നത് കുട്ടി വിഹാനാണ്. അവിടെ ഒരു ചെറിയ കുടുക്കുണ്ടായിരുന്നു. 1 വർഷമായിട്ടുള്ള അവൻ്റെ സേവിങ്സ് ആയിരുന്നു അത് വെച്ചിട്ടാണ് അവൻ്റെ 2 സൈഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്തത്. ഞങ്ങൾക്ക് 3 പേർക്കും അടുത്തടുത്ത സീറ്റുകളായിരുന്നു കിട്ടിയത്. വിഹാന് വിൻഡോ സീറ്റായിരുന്നു. അവൻ ഭയങ്കര ഹാപ്പിയാണ്. വിൻഡോയിലൂടെ താഴോട്ടുള്ള കാഴ്ചകളിൽ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. അങ്ങനെ വെളുപ്പിന് 2 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് ഈവനിങ് 6:30 ബസ്. അപ്പോൾ ഇന്നൊരു ദിവസം ഡൽഹി എക്സ്പ്ലോർ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. എയർപോർട്ടിൽ നിന്ന് നേരെ ഡൽഹിയിലെ റൂമിലേക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് മോർണിംഗ് ഒരു 7:30 ആകുമ്പോഴത്തേക്കും ഡൽഹി കാണാൻ ഇറങ്ങണം.